കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് മിന്നും വിജയം. 4 വിക്കറ്റിനാണ് കൊല്ലം സെയിലേഴ്സിനെ തകർത്തത്. കൊല്ലം സെയിലേഴ്സിനെതിരെ സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിരുന്നു. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, വാശിയേറിയ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വിജയം. കൂടുതൽ വിവരങ്ങൾ. വിനോദ, തീർച്ചയായും അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്നൊരു പോരാട്ടത്തിലാണ് ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ തകർത്തിരിക്കുന്നത്. 4 വിക്കറ്റിനാണ് ഈ കൊച്ചിയുടെ വിജയം എന്ന് പറയാം. വിജയത്തിൽ ഏറ്റവും നിർണായകമായത്, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നിർണായകം എടുത്തു പറയേണ്ടത് സഞ്ജു സാംസന്റെ പ്രകടനം തന്നെയാണ്. 51 പന്തിൽ നിന്ന് 121 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. അതായത് ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയാൻ സാധിക്കും സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന്. എന്നാൽ അവസാന നിമിഷം മത്സരം സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയതിനു ശേഷം മത്സരം കൈവിട്ടു പോകുമോ എന്ന അവസ്ഥയിൽ ഫിനിഷറുടെ റോളിലേക്ക് മുഹമ്മദ് ആഷിഖിൻ്റെ തകർപ്പൻ പ്രകടനം, 18 പന്തിൽ നിന്ന് 45 റൺസ് എടുത്ത ആഷിഖിൻ്റെ പ്രകടനം, അവസാന നിമിഷത്തിൽ രക്ഷാപ്രവർത്തനം, അതുതന്നെയാണ് അവസാന നിമിഷത്തിൽ എന്തായാലും ഈ കൊല്ലം സെയിലേഴ്സിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും ആരാധകർക്ക് ഇന്ന് ഈ ഞായറാഴ്ച ഒരു സൂപ്പർ സൺഡേ എന്ന് പറയാൻ സാധിക്കും. കാര്യവട്ടത്തേക്ക് മത്സരം കാണാനെത്തിയ മുഴുവൻ ആരാധകർക്കും ഇന്ന് അത്യാവശ്യം സ്റ്റേഡിയത്തിൻ്റെ പകുതിയോളം ആളുകൾ ഇവിടെ മത്സരം കാണാൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇന്ന് ഞായറാഴ്ചയാണ്, ആരാധകരൊക്കെ തന്നെ സ്റ്റേഡിയത്തിൽ. പക്ഷേ സ്റ്റേഡിയത്തിലെത്തിയ ആരാധകർക്ക് ഇന്നൊരു ബാറ്റിംഗ് വിരുന്ന് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് സഞ്ജു സാംസണും ഒപ്പം മുഹമ്മദ് ഷാനു 28 പന്തിൽ 39 റൺസ് എടുത്ത ഷാനുവിൻ്റെ ആണെങ്കിലും ആഷിഖിൻ്റെ ആണെങ്കിലും ഒക്കെ പ്രകടനം നിർണായകമായെങ്കിൽ കൊല്ലത്തിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ തുടക്കത്തിൽ തന്നെ അവർക്ക് ആദ്യം തന്നെ അഭിഷേകിൻ്റെ വിക്കറ്റ് 8 റൺസ് എടുത്ത അഭിഷേകിൻ്റെ വിക്കറ്റ് നഷ്ടമായി. പിന്നീട് ക്രീസിൽ ഒന്നിച്ച വിഷ്ണു വിനോദും സച്ചിൻ ബേബിയും ചേർന്ന് ഒരു കിടിലൻ പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് പറയാൻ സാധിക്കും. ഇരുവർക്കും സെഞ്ചുറി അരികെ എത്തി പുറത്താവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വിഷ്ണു വിനോദ് 94 റൺസിന് പുറത്തായെങ്കിൽ സച്ചിൻ ബേബി 91 റൺസിനാണ് പുറത്തായത്. ഈ 2 വിക്കറ്റുകളാണ് പ്രധാനമായും എടുത്തു പറഞ്ഞത്. 2 പേർക്കും സെഞ്ചുറി അരികെ രണ്ടുപേരും വീഴുന്ന കാഴ്ച കണ്ടു. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 236 റൺസ് എന്തായാലും കൊല്ലം സെയിലേഴ്സ് അടിച്ചുകൂട്ടിയത്. വാശിയേറിയ മത്സരങ്ങൾ ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ എല്ലാ ടീമിൻ്റെയും ഓരോ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ എല്ലാ ടീമിൻ്റെയും 2-3 മത്സരങ്ങൾ വീതം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വാശി കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനി ഇങ്ങോട്ട് നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തിന് ആദ്യ മത്സരം വിജയിച്ചെങ്കിൽ പിന്നീടുള്ള 2 മത്സരങ്ങൾ, കഴിഞ്ഞ മത്സരവും ഇന്നത്തെ മത്സരവും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് ഇനി മത്സരത്തിലേക്ക്, ലീഗിലേക്ക് ശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിലെ മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരാൻ തന്നെ കൊല്ലം ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കൊല്ലത്തിന് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവരുടെ പ്രധാനപ്പെട്ട പരാതി സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും ഫോമിലേക്ക് ഉയരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് അക്ഷരാർത്ഥത്തിൽ ഇന്ന് വിരാമം ഇട്ടുകൊണ്ട് ഇരുവരും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സഞ്ജു സാംസന്റെ പ്രകടനത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ബൗണ്ടറി പോലും നേടാതെ പുറത്തായത് വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിന് സഞ്ജു ഇന്ന് ബാറ്റിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് വിനോദ. തീർച്ചയായും കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് മിന്നും വിജയം. 4 വിക്കറ്റിനാണ് കൊല്ലം സെയിലേഴ്സിനെ ഇവർ തകർത്തത്. ഇന്ന് സൂപ്പർ സൺഡേ ആയി മാറിയെന്ന് നിഖിൽ കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു.